അപ്പോൾ ഇന്നത്തെ ഒരു കോട്ടയുടെ June 9 ആണ്. മറ്റുള്ളവരുടെ നിർഭാഗ്യത്തിൽ സന്തോഷിച്ചാൽ അടുത്തതായി നിർഭാഗ്യം നമ്മെ തേടി വരും. എനിക്കിത് കറക്റ്റായിട്ട് തോന്നി. കാരണം ഒരുപാട് ഇങ്ങനത്തെ കേസസ് കാണാറുണ്ട്. കാരണം എന്താണ്, നമുക്ക് ഒരാളെയും നമ്മൾ ലോ എനർജിയിലായി കഴിഞ്ഞാൽ നമുക്കും അതിനെ അട്രാക്ട് ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യാതെ ഇരിക്കാനാണ് യൂണിവേഴ്സ് ഇങ്ങനെ ഓരോ കോട്ടിലൂടെ നിങ്ങൾക്ക് എത്തിക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ദേഷ്യമുള്ള ആളുകളുടെ ഡൗൺഫോൾ കാണാൻ നമ്മൾ ഇരിക്കുന്നുണ്ടാവും അല്ലേ, അവരുടെ വീഴ്ച കണ്ട് സന്തോഷിക്കും. പക്ഷെ അത് ചെയ്യരുത് കേട്ടോ, അത് കർമ്മ ക്രിയേറ്റീവ്. അവർ ഇപ്പം ഞാൻ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കർമ്മ ഡെഫിനറ്റായിട്ട് ഈ ലൈഫ് ടൈമിൽ അല്ലെങ്കിൽ അടുത്ത ലൈഫ് ടൈമിലേക്ക് അത് ക്യാരി ചെയ്ത് പോകും. അതെന്തായാലും കിട്ടും, അതിന് ഒരു ഡൗട്ടും വേണ്ട. കാരണം സാറ്റേണിൻ്റെ ജോലി എന്താണ്, കർമ്മ ആരൊക്കെയാണ് എന്താ ചെയ്യുന്നത് നോട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ഫേസ് യോഗ കഴിഞ്ഞിട്ട് അങ്ങനെ വന്ന് വീഡിയോ എടുത്താണ് കേട്ടോ, അത് പിന്നെ അത് ഊരി ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ഒരു ഇതിലേക്ക് വരിക. നമുക്ക് എങ്ങനെയൊക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. സെൽഫ് ലവ് എങ്ങനെ നിങ്ങൾക്ക് സെൽഫ് ലവിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. എനിക്ക് കുറച്ച് നാളെ സെൽഫ് ലവ് ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നെ ഒട്ടും ടേക്ക് കെയർ ചെയ്തിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വീർത്ത് പോയി, തവള വീർത്ത പോലെ. കാരണം ഞാൻ എന്നെ കെയർ ചെയ്യുന്നില്ല, പകരം മറ്റുള്ളവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. ആ മറ്റുള്ളവർ നമ്മളെ കെയർ ചെയ്യുന്നു പോലുമില്ല. പിന്നീട് തിരിച്ച് നമ്മൾ സെൽഫ് ലവിലേക്ക് വന്നു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നതും ചേഞ്ചസ് വന്നതും. അപ്പോൾ നിങ്ങളോട് എനിക്ക് തന്നെ പറയാനുള്ളത്, എത്ര റിലേഷൻഷിപ്പാണ് എന്താണെങ്കിൽ പോലും നമ്മളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മൾക്കാണ് ഏറ്റവും പ്രയർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എനർജീസ് നോക്കാം. ടുഡേയ്സ് എനർജിയാണ് കേട്ടോ. June 9 ആണ്. 2025 ആഡ് ചെയ്താൽ എന്ത് നമ്പറാണ്? 9 ആണ്. കംപ്ലീഷൻ്റെ നമ്പറാണ്. 5 ഓഫ് പെൻഡക്കിൾസ് ആണ്. ഇതിൽ ആരൊക്കെയോ ഫിനാൻഷ്യൽ സ്ട്രഗിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുകയാണ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ജേർണി. ബി കെയർഫുൾ. ഒന്ന് ശ്രദ്ധിക്കുക. പൈസയെ മണി അതിനോടുള്ള അഫോർമേഷൻസ് പറയാം. മണീനെ നല്ല രീതിയിൽ നമ്മുടെ മക്കളെ മണിക്കുട്ടി എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളതിനെ കെയർ ചെയ്യുക. ഞാൻ ഇന്നലെ എൻ്റെ ഡ്രീമിൽ സ്പിരിറ്റ് ബേബിയെ കണ്ടു. നല്ലൊരു പെൺകുട്ടിയായിരുന്നു, നല്ല ഉണ്ടമണിയായിട്ടുള്ള സ്പിരിറ്റ് ബേബിയാണ്. ആളെൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കും, ഇവിടെ നിന്ന് വിട്ടു പോകുന്നില്ല. മേ ബി നമ്മുടെ സ്പിരിറ്റ് ബേബീസ് നമ്മളോട് സംസാരിക്കും, എന്തെങ്കിലും ന്യൂ ബിഗിനിങ്സ് വരുമ്പോഴോ ടേക്ക് കെയർ ചെയ്യാൻ പറയുമ്പോൾ. അതുപോലെ തന്നെ യെസ്, 9 ഓഫ് പെൻഡക്കിൾസ് കാർഡും കൂടി ഉണ്ട്. അബണ്ടൻസ് വരുന്നു എന്നുള്ളൊരു ഉറപ്പാണത്. ചീറ്റ് ചെയ്യുന്നവർക്കും ആ ഒരു കർമ്മ കിട്ടുന്നുണ്ട്. 2 ഓഫ് പെൻഡക്കിൾസ് ഡബിൾ ലൈക്ക് ജഗ്ലിങ് വേണ്ട. നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് വേണോ ഇത് വേണ്ടേ, അങ്ങനെ ഒരു ജഗ്ലിങ് എനർജി ഉണ്ടെങ്കിൽ അത് വേണ്ട. അതിന് നിങ്ങൾ റിലീസ് ചെയ്യൂ, കംപ്ലീറ്റ് റിലീസ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ആൻഡ് നെഗറ്റീവ് എനർജി അറ്റാക്സ് വരുന്നുണ്ട്. എനിക്ക് ഇന്നലെ ഒരു സ്വപ്നത്തിൽ അങ്ങനെ ഫീൽ ചെയ്തു. നമ്മളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളുകളുടെ ഞാൻ കണ്ട രൂപം അങ്ങനെയായിരുന്നു. അവരുടെ ആ ഒരു ഓറിക് രൂപം, അവർ ആ ഒരു ഡെവിൾ ആയിട്ടുള്ള രൂപമാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ തിരിച്ച് എനർജി സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ എനർജിയെ തിരിച്ച് സെൻഡ് ചെയ്ത് സറണ്ടർ ചെയ്യുക കേട്ടോ. ഓക്കെ.